പോയ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി ഏറെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മലയാള സിനിമകൾ. കോടികളുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇപ്പോൾ സിനിമകളുടെ വിജയം തീരുമാനിക്കുന്നത്. അങ്ങനെ 2017 കാൽ ദൂരം പിന്നിടുമ്പോൾ സൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുമായ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജോമോന്റെ സുവിശേഷങ്ങൾ. സമരകാലത്തിന് ശേഷം തിയേറ്ററിലെത്തിയ ആദ്യ ചിത്രമാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ജോമോന്റെ സുവിശേഷങ്ങൾ. ദുൽഖർ സൽമാനും മുകേഷും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. വെള്ളിമൂങ്ങ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. മീനയും മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രവും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. എസ്ട്ര. മലയാളത്തിന് ഒട്ടും പരിചിതമല്ലാത്ത ഒരു പ്രേതകഥയുമായി JK എന്ന നവാഗത സംവിധായകൻ ഒരുക്കിയ ചിത്രമാണ് എസ്ട്ര. പൃഥ്വിരാജും പ്രിയ ആനന്ദും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം 40 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. ഒരു മെക്സിക്കൻ അപാരത. പ്രതീക്ഷിക്കാതെ തുടക്കം ലഭിച്ച ചിത്രമാണ് ഒരു മെക്സിക്കൻ അപാരത. ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ 3 കോടി ഗ്രോസ് കളക്ഷൻ നേടി 4 ദിവസം കൊണ്ട് ചിത്രം 10 കോടി കടന്നു. എന്നാൽ വരും ദിവസങ്ങൾ ആ വിജയം തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും 2017 വിജയ ചിത്രങ്ങളുടെ പട്ടികയിലാണ് മെക്സിക്കൻ അപാരതയും ഇടം പിടിച്ചു. അങ്കമാലി ഡയറീസ്. ഒരു കൂട്ടം പുതുമുഖ താരങ്ങളെ അണിനിരത്തി ലിജോ ജോസ് പല്ലിശ്ശേരി അണിയിച്ചൊരുക്കിയ ചിത്രമാണ് അങ്കമാലി ഡയറീസ്. 4 ദിവസം കൊണ്ട് 2.5 കോടി നേടിയ ചിത്രം 10 കോടിക്കുമേൽ കളക്ഷൻ നേടി ഇതുവരെ. ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുന്നു. ടേക്ക് ഓഫ്. മഹേഷ് നാരായണൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ടേക്ക് ഓഫ്. ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ചിത്രം 6.55 കോടി ഗ്രോസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു. ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ദ ഗ്രേറ്റ് ഫാദർ. ഈ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ ആണ്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിക്കഴിഞ്ഞു ചിത്രം. മാർച്ച് 30 റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിവസം തന്നെ 4.31 കളക്ഷൻ നേടി. മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ ചിത്രം എന്ന പേര് നേടിയിരിക്കുന്നു. 4 ദിവസം കഴിയുമ്പോഴേക്കും ഗ്രേറ്റ് ഫാദർ 20 കോടി കടന്നു. 50 കോടിയാണ് ഇനി ചിത്രത്തിന്റെ ലക്ഷ്യം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.